നമസ്കാരം കൂട്ടുകാരെ, ആദ്യമായി വീട്ടിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ വൃശ്ചിക മാസം പിറക്കാൻ പോവല്ലേ, 2 ദിവസം കൂടെ ബാക്കിയുള്ളൂ. അപ്പോൾ വൃശ്ചിക മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ വൃശ്ചിക മാസത്തിൽ നമ്മൾ സൂര്യൻ്റെ ഏറ്റവും അനുഗ്രഹമുള്ള മാസമെന്ന് പറയുന്നത്, സൂര്യഭഗവാന്റെ ഏറ്റവും കൂടുതൽ നമുക്ക് പവർ എനർജി കിട്ടുന്ന ഒരു മാസമായിട്ടാണ് ഈ നമ്മുടെ ഈ വൃശ്ചിക മാസത്തെ കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരകരായ ബ്രഹ്മാവ് വിഷ്ണു മഹേശ്വരന്മാരുടെ ഏറ്റവും കൂടിയ അനുഗ്രഹമുള്ള ഒരു മാസം കൂടിയാണ് നമ്മുടെ ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിലെല്ലാം ഉപരി നമുക്ക് സൗത്ത് ഇന്ത്യന് ഏറ്റവും കൂടുതൽ ആരാധനാപുരുഷനായ നമ്മുടെ ശ്രീ ധർമ്മശാസ്താവിൻ്റെ ശബരിമലയിലേക്കുള്ള ആ 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ഈ വൃശ്ചിക മാസത്തിലാണല്ലേ. എല്ലാം കൊണ്ടും പുണ്യമായ മാസമാണ് നമ്മുടെ ഈ വൃശ്ചിക മാസം എന്ന് പറയുന്നത്. ആ വൃശ്ചിക മാസത്തെ നമുക്ക് ഏറ്റവും എങ്ങനെ പുണ്യമാക്കി തീർക്കാം എന്നതിനെക്കുറിച്ചാണ് ഞാൻ കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. എല്ലാവർക്കും എല്ലാം അറിയാം, എങ്കിലും ഞാൻ പറയുകയാണ്. വിശ്വാസം ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ടത് തന്നെ നമ്മുടെ പരിസരം വൃത്തിയാക്കുക എന്നുള്ളതാണ്. പരിസരത്തെ ഏറ്റവും കരിയിലയും പുല്ലുകളും എല്ലാം മാറ്റി നമ്മൾ പരിസരം വൃത്തിയായി സൂക്ഷിക്കുക, വൃത്തിയാക്കണം. ഇപ്പം ഇനി രണ്ടേ ദിവസം മാത്രമേ ബാക്കിയുള്ളൂ അല്ലേ, ശനി ഞായറും. അപ്പോൾ ഈ 2 ദിവസം കൊണ്ട് നമ്മൾ ചെറിയ മഴയൊക്കെ ഉണ്ട്, എന്നാലും അതൊന്നും കാര്യമാക്കണ്ട. അപ്പം അത് വൃത്തിയാക്കുക. പിന്നെ വെളിയിലെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ വടക്ക് കിഴക്കേ മൂല ഒരിക്കലും അന്ധകാരമായി കിടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അതല്ലാതെ തന്നെ അത് അന്ധകാരമാകാൻ പാടില്ല, അവിടെ ഒരു വിളക്ക് കൊളുത്തണമെന്നാണ് ശാസ്ത്രം. എങ്കിലും നമ്മുടെ ഈ വൃശ്ചിക മാസത്തിൽ പ്രത്യേകിച്ച് ആ മൂലയ്ക്ക് ഒന്നുകിൽ ഒരു ലൈറ്റ് ഇടുക, അതല്ലെങ്കിൽ കഴിയുമെങ്കിൽ ഒരു വിളക്ക് കൊളുത്തി വെക്കുക സന്ധ്യാസമയത്തെങ്കിലും. അത് ഒരിക്കലും അത് കാട് പിടിച്ചോ അല്ലെങ്കിൽ അന്ധകാരപ്പെട്ടോ കിടക്കാൻ പാടില്ലെന്നാണ് പറയുന്നത്. അപ്പം അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ നമ്മൾ റൂമിനകത്തേക്ക് വീടിനകത്തേക്ക് പ്രവേശിച്ച് കഴിയുമ്പോൾ ഉള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിലന്തി വലയെല്ലാം അടിച്ച് മുറിയെല്ലാം അടിച്ച് വൃത്തിയാക്കുക. വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഒരു നുള്ളുപ്പ്, നമ്മുടെ 3 വിരൽ കൊണ്ട് എടുക്കുന്ന അത്രയും കല്ലുപ്പ് വെള്ളത്തിൽ ചേർത്തിട്ട് നമ്മൾ തറയെല്ലാം തുടയ്ക്കുകയാണെങ്കിൽ വളരെ ശുദ്ധമാവുമെന്നാണ് പറയുന്നത്. അപ്പം എല്ലാ മുറികളും അങ്ങനെ നമ്മൾ വൃത്തിയാക്കുക. പിന്നെ അതിനുശേഷം നമ്മൾ മഞ്ഞൾ വെള്ളം തളിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ശുദ്ധമാകുമെന്നാണ് പറയുന്നത്, ഏറ്റവും ശുദ്ധിയായി മാറുമെന്നാണ് പറയുന്നത്. അപ്പോൾ 3-ാമത്തെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ പൂജാമുറിയിലേക്ക് വന്നാൽ, മിക്കവാറും ഉള്ളവർക്ക് പൂജാമുറി കാണും, ചിലർക്ക് പൂജാമുറി കാണത്തില്ല. എനിക്കൊന്നും പൂജാമുറി ഇല്ല, ഞാനൊക്കെ ഉമ്മറത്ത് വിളക്ക് കൊളുത്തുന്ന കൂട്ടത്തില്ല. അപ്പം എന്നാലും നമ്മുടെ ആ പൂജാ സാധനങ്ങൾ, നമ്മൾ വിളക്ക് കൊളുത്താൻ ഉപയോഗിക്കുന്ന എണ്ണ, ചന്ദനത്തിരി, പിന്നെ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ നമുക്ക് 1-2 വിളക്കുകൾ കാണും, 2, 3, 4 ഒക്കെ വിളക്കുകൾ കാണും, 1-2 കിണ്ടിയെങ്കിലും കാണും. അങ്ങനെ കുറേ വസ്തുക്കളുണ്ടല്ലോ നമുക്ക് വിളക്ക് കൊളുത്തുന്നതുമായിട്ട് ഉള്ള. അപ്പോൾ ആ സാധനങ്ങൾ ഓൾമോസ്റ്റ് നമ്മളെ കൊണ്ട് കഴിയുന്ന രീതിയിൽ അത് വൃത്തിയാക്കുക. നല്ല വെട്ടിത്തിളങ്ങണം, സൂര്യപ്രഭയാൽ വെട്ടിത്തിളങ്ങണമെന്നാണ് പറയുന്നത് ശാസ്ത്രം. അപ്പോൾ അങ്ങനെ വെട്ടിത്തിളങ്ങുന്ന രീതിയിൽ അത് വൃത്തിയാക്കുക. പിന്നെ പഴയതായിട്ടുള്ള വിളക്കുകളോ, അല്ല നമ്മളിപ്പോൾ ചിങ്ങമാസത്തിലെല്ലാം ചെയ്തിട്ടുണ്ട്, എങ്കിലും പഴയതായിട്ടുള്ള വിളക്കുകളോ പൊട്ടിയ എന്തെങ്കിലും വസ്തുക്കൾ അതിന് ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്തു മാറ്റണം, അതൊന്നും വെച്ചേക്കണ്ട. അതുപോലെ തന്നെ നമുക്ക് അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന പ്രസാദങ്ങൾ, പൂവുകൾ, ഇതൊക്കെ നമ്മൾ അവിടെ കൊണ്ട് വയ്ക്കാറുണ്ടല്ലേ. അപ്പോൾ അതെല്ലാം എടുത്തു മാറ്റി വളരെ ശുദ്ധിയാക്കണം. അതുപോലെ തന്നെ നമ്മൾ വിളക്കൊക്കെ തുടയ്ക്കുന്ന തുണികളൊക്കെ കാണുമായിരിക്കും അവിടെ, അതെല്ലാം എടുത്ത് വൃത്തിയാക്കി അതെല്ലാം നമ്മൾ കത്തിച്ച് കളയുക ചെയ്യേണ്ടത്. കത്തിച്ച് കളഞ്ഞ് പിന്നെ അതെല്ലാം വൃത്തിയാക്കി വയ്ക്കുക. പിന്നെ കഴിവുള്ളിടത്തോളം എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് ഏറ്റവും ഐശ്വര്യപ്രദമാണ് നമ്മുടെ ഭവനങ്ങളിൽ. ആ വിളക്ക് കൊളുത്തുന്നത് മാത്രമല്ല, ചന്ദനത്തിരിയുടെയും കർപ്പൂരത്തിൻ്റെയും ഒക്കെ ഗന്ധം രാവിലെ നമ്മുടെ ഭവനങ്ങളിൽ രാവിലെയും വൈകുന്നേരം ഒക്കെ ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. വളരെ അതൊരു പോസിറ്റീവ് എനർജി നമുക്ക് തരും, ഒരു പോസിറ്റീവ് വൈബ് തന്നെയാണത്.
അപ്പം അങ്ങനെ ചെയ്യുക. പിന്നെ 2 നേരവും വിളക്ക് കൊളുത്തുന്ന വളരെ പുണ്യമാണ്. അതുപോലെ തന്നെ നമ്മൾ പഴകിയ ചൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അതെടുത്ത് നമ്മുടെ വീടുകളിൽ നിന്ന് മാറ്റണം. മാറ്റുക എന്ന് ഉദ്ദേശിക്കുന്ന വേറെ എവിടെയും കൊണ്ട് സൂക്ഷിച്ച് വെക്കാനല്ല, അതെടുത്ത് കത്തിച്ച് കളയണം. കത്തിച്ച് തന്നെ കളയണം. എന്നിട്ട് പുതിയവ വാങ്ങി സൂക്ഷിക്കണം. അതുപോലെ തന്നെ നമ്മൾ അടുക്കളയിലോട്ട് വരികയാണെങ്കിൽ ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാത്തിനോടും നമുക്ക് സ്നേഹമാണ്. അതവിടെ ഇരിക്കട്ടെ, ചിലപ്പോൾ ഉപയോഗം വന്നാലോ, ഇതവിടെ ഇരിക്കട്ടെ, നമുക്ക് ഉപയോഗം വന്നാലോ, ഇങ്ങനെ പറഞ്ഞ് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ ചെറിയ ചെറിയ പൊട്ടലുകളുണ്ടെങ്കിലും മാറ്റി മാറ്റി വെക്കും. അതൊക്കെ മാക്സിമം നമ്മളതങ്ങ് മാറ്റി എവിടാന്ന് വെച്ച് കഴിഞ്ഞാൽ കളയാൻ ശ്രമിക്കുക. കളയുക തന്നെ ചെയ്യണം. പൊട്ടിയ സാധനങ്ങൾ നമ്മൾ വീടുകളിൽ വെക്കുന്നത് വളരെ നെഗറ്റീവായിട്ടുള്ള ഊർജ്ജത്തെയാണ് നമുക്ക് കിട്ടുന്നതെന്നാണ് പറയുന്നത്. ഇപ്പോൾ അതെല്ലാം എടുത്ത് കളയുക. അതുപോലെ തന്നെ ഫ്രിഡ്ജിനകത്തിൽ മാക്സിമം നമ്മൾ 1-ാം തീയതിയെങ്കിലും മത്സ്യമാംസാദികൾ നമ്മുടെ വീട്ടിൽ വെക്കാതിരിക്കുക. അതുപോലെ തന്നെ പഴയ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ അതിലുണ്ടെങ്കിൽ അത് 1-ാം തീയതിക്ക് മുൻപേ അതെല്ലാം നീക്കം ചെയ്യുക. വീണ്ടും അത് പഴയതൊന്നും അത് എടുത്ത് അതിൽ വെക്കാതിരിക്കുക. അപ്പം ഇതൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്ന ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. എൻ്റെ കൂട്ടുകാരോടും കൂടുതലും എൻ്റെ എൻ്റെ കുട്ടികളുടെ അമ്മമാരൊക്കെ മിക്കവാറും ഈ വീഡിയോസൊക്കെ കാണാറുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുപാട് പേര് എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, എന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കെല്ലാവർക്കും കൂടിയാണ് ഞാനിത് പറയുന്നത്. അപ്പം നമ്മൾ ഇതൊന്നും ഇല്ലെങ്കിൽ തന്നെ നമ്മുടെ വീട് വൃത്തിയാക്കി ഇടുന്നത് തന്നെ വളരെ നല്ലൊരു കാര്യം അല്ലേ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഓരോ ആചാരാനുഷ്ഠാനങ്ങൾ വരുന്നതും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാൻ തന്നെ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇത് ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഇതൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മുടെ വീടും പരിസരവും എല്ലാം എപ്പോഴും നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മുടെ ഒരു വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സുകൊണ്ട് തന്നെ മാനസികമായിട്ട് നമുക്കൊരു സന്തോഷവും കിട്ടും. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോടും പറഞ്ഞു തരണേ. എനിക്കറിയാവുന്ന കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ എന്നോടും പറഞ്ഞു തന്നാൽ എനിക്കും അത് ഉപകാരപ്പെടും. ഞാൻ ഇതിനകത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷേ നമ്മുടെ വീഡിയോ നീണ്ടു പോകും. അത്യാവശ്യം വേണ്ട 3-4 കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പം കാണുന്നവർക്കെല്ലാം നന്ദി, നമസ്കാരം.